തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇത്തവണ അപ്രതീക്ഷിത നീക്കവുമായി ഇടതുമുന്നണി. അന്തരിച്ച പ്രശസ്ത നടൻ കരമന ജനാർദ്ദനൻ നായരുടെ മകനും പ്രമുഖ ചലച്ചിത്ര താരവുമായ സുധീർ കരമനയാണ് ഇത്തവണ LDF സ്വതന്ത്രനായി ജനവിധി തേടുന്നത്. മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന സുധീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നോക്കാം. തിരുവനന്തപുരത്തിന്റെ സ്വന്തം സുധീർ കരമന ഇത്തവണ വെള്ളിത്തിരയിൽ നിന്നല്ല, രാഷ്ട്രീയത്തിന്റെ കളിക്കളത്തിൽ നിന്നാണ് വോട്ട് ചോദിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് എല്ലാവർക്കും സുപരിചിതനായ സുധീറിനെ CPIM കളത്തിലിറക്കിയത്. അധ്യാപകൻ, പ്രിൻസിപ്പൽ, നടൻ. വെറുമൊരു നടൻ എന്നതിലുപരി മികച്ചൊരു അധ്യാപകനായും സ്കൂൾ പ്രിൻസിപ്പലായും സുധീർ കരമന ജനങ്ങൾക്കിടയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ സാമൂഹിക പ്രതിച്ഛായ വോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന അദ്ദേഹം സാംസ്കാരിക വേദികളിലും പാർട്ടിയുടെ സജീവ സാന്നിധ്യമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കരമന സ്വദേശിയായ സുധീറിന് മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും പരിചിതമാണ്. പ്രാദേശിക വോട്ടുകൾ സമാഹരിക്കാൻ ഇത് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ ഇത്തവണ പോരാട്ടം അതിശക്തമാണ്. UDF-നായി CMB നേതാവ് CP ജോണും BJP-ക്കായി കരമന ജയനുമാണ് എതിരാളികൾ. രണ്ട് കരമനക്കാർ നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ സെൻട്രലിനുണ്ട്. വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കിയാണ് സുധീർ കരമനയുടെ പ്രചരണം. തിരുവനന്തപുരത്തിന്റെ ഹൃദയം ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.